ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബുഡ് സ്റ്റോറീസ്. അപ്പോൾ 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററാണ് അധികാരം ജനങ്ങൾക്ക്. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്റർ. അപ്പോൾ നമ്മൾ ഓൾറെഡി അധികാരവുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടെ നമ്മുടെ ഭരണഘടനയും ഒക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഈ പറയുന്ന അധികാരം ജനങ്ങൾക്ക് അധികാര വികേന്ദ്രീകരണം എന്ന് പറയും അല്ലെ. നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളും നഗരത്തിലേക്ക് വരുമ്പോഴേക്കും നഗരപാലികാ നിയമം, ഗ്രാമപഞ്ചായത്ത് രാജ് ആക്ടിനെ പറ്റിയൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. കണ്ട, ഒരു ചെറിയൊരു ഗ്രാമത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് അവിടെ ഒന്നും കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. ഇനി നമുക്ക് പറയാനുള്ളതാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. ഉണ്ടോ, ഗ്രാമസഭ. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് തന്നെ ഇവരൊരു ചെറിയൊരു ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസമാണ് ഞാൻ എൻ്റെ വാർഡിലെ ഗ്രാമസഭ ആദ്യമായി സന്ദർശിച്ചത്. അപ്പൊ ഗ്രാമസഭയെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ളത്. എന്തൊക്കെയാന്ന് നോക്കിക്കേ. പൊതുജനങ്ങൾക്ക് നാടിന്റെ വികസനം സംബന്ധിച്ച ചർച്ചകളിൽ പങ്കെടുക്കാനും അഭിപ്രായം പറയാനും തീരുമാനമെടുക്കുന്നതിൽ പങ്കാളികളാകാനും കഴിയുന്നു എന്നതാണ് അതാണ് നമ്മുടെ ഗ്രാമസഭ എന്ന് പറയുന്നത്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഗ്രാമസഭ? എല്ലാ ആൾക്കാരും. അത് നഗരങ്ങളിലേക്കാണെങ്കിൽ വരുമ്പോൾ അത് എന്ത് പേരിൽ അറിയപ്പെടും? വാർഡ് സഭ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഗ്രാമസഭയിൽ പ്രാദേശിക വികസന ചർച്ചകൾക്ക് മാത്രമല്ല, ജനങ്ങളുടെ ജീവിത വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കും അവസരമുണ്ടാകുന്നു അല്ലെ. ഇനി എന്താണ്? കുറഞ്ഞത് ഇമ്പോർട്ടന്റ് ആണ്, 3 മാസത്തിൽ ഒരിക്കലാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത്. ഒരു തവണ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി ചോദിച്ചിട്ടുണ്ട്. പൗരസമത്വവും തുല്യ അവകാശവും ഉറപ്പാക്കാനുള്ള വേദി കൂടിയാണ് ഗ്രാമസഭ. ഓക്കെ, അതേപോലെ നോക്കിക്കേ, ഗ്രാമസഭ എന്നത് അധ്യക്ഷ പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചത്. അതായത് എന്താണ്? പൗരസമത്വം, തുല്യ അവകാശം, പൗരന്റെ അവകാശങ്ങളെയൊക്കെ പറ്റി എന്താണ്, അവിടെയാണ് നമ്മുടെ അവകാശങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ജനാധിപത്യ ഭരണ പ്രക്രിയയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാനും തീരുമാനമെടുക്കാനുമുള്ള അവസരമാണ് ഗ്രാമസഭകൾ വഴി ലഭിക്കുന്നത്. കൺവീനറായ വാർഡ് മെമ്പറും പറയുകയുണ്ടായി. അപ്പൊ ഈ ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരായിരിക്കും? അപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. കൺവീനർ ആരായിരിക്കും? വാർഡ് മെമ്പറാണ്. ഉണ്ട്. അപ്പൊ ഗ്രാമസഭ എന്നെ പറ്റിയാണ് ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? പൊതുജനങ്ങൾക്ക് നാടിന്റെ വികസനം സംബന്ധിച്ച് ചർച്ചകളിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരമാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഈ പറയുന്ന ഏതാണ് 3 മാസത്തിൽ ഒരിക്കലാണ് അത് വിളിച്ചു കൂട്ടുന്നത്. അത് നഗരങ്ങളിലേക്ക് വരുമ്പോൾ എന്തെന്ന പേരിലാണ് അറിയപ്പെടുന്നത്? വാർഡ് സഭ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ. അതിന്റെ അധ്യക്ഷൻ ആരായിരിക്കും? പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് നോക്കാം. ഗ്രാമസഭയുടെ ഒരു നോട്ടീസ് ഒക്കെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് അവിടെയൊന്നും വലിയ കാര്യമായിട്ടൊന്നും വേണ്ട. ഇനി നോക്കിക്കേ, ക്ലാസ് സഭകളെ പറ്റി പറയുന്നുണ്ട്. അവിടെയും നമുക്ക് കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. ഇനി നമുക്കിത് ഇവിടം തൊട്ടാണ് നമ്മുടെ ഒരു PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഗാന്ധിജി അല്ലെ, ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങളൊക്കെ നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഗാന്ധിജിയുടെ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്. നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എന്റെ സങ്കല്പത്തിലുള്ള ഗ്രാമസ്വരാജ് മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും എന്താണ് ആശ്രയം ഒരു ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പരം സഹായത്തിൽ ഏർപ്പെടുന്നതുമായ ഒരു പൂർണ്ണ റിപ്പബ്ലിക്കാണ്. അതിനാൽ ഓരോ ഗ്രാമത്തിന്റെയും പ്രധാന താല്പര്യം ഭക്ഷ്യവിളവും തുണിക്കാവശ്യമായ പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കും. കന്നുകാലികൾക്ക് പ്രത്യേക സ്ഥലവും പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദവും വിനോദശാലകളും വേണം. കൂടുതൽ ഭൂമി ഉണ്ടെങ്കിൽ അങ്ങനെ പണം സമ്പാദിക്കാവുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാനും ഉപയോഗിക്കാം. അതായത് ഹരിജൻ എന്ന അദ്ദേഹത്തിന്റെ പത്രമാണ് അല്ലെ, അദ്ദേഹത്തിന്റെ ആ ഒരു കൺസെപ്റ്റ് അദ്ദേഹം നമ്മുടെ ഗ്രാമങ്ങളുടെ വികസനത്തെ പറ്റിയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എന്തൊക്കെയാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്ന് പറയുന്നത്? ഗ്രാമത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ എന്തായിരിക്കണം? സ്വയം പര്യാപ്തരായിരിക്കണം അല്ലെ. അതേപോലെ എന്താണ്? ഗ്രാമങ്ങൾ പൂർണ്ണ റിപ്പബ്ലിക് ആവണം. എന്താണ് പറയുന്നത്? പൂർണ്ണ റിപ്പബ്ലിക് ആവണം. ഈ ഒരു പോയിന്റ്, ഈ ഒരു ബോക്സ് ഒന്ന് വായിക്കണം കേട്ടോ, നന്നായിട്ട് വായിച്ചു നോക്കണേ. കാര്യം ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ടൊക്കെ കയറി ചോദിക്കാൻ പറ്റുന്നതാണത്. പിന്നെ എന്താണ്? ആശ്രയം ആവശ്യം വന്നാൽ മാത്രമാണ് മറ്റുള്ളവരെ പരസ്പരം സഹായത്തിൽ ഏർപ്പെടാനായിട്ട് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ്? ഭൂമി ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ ഉപയോഗിക്കണം. അതേപോലെ പ്രായപൂർത്തിയായവർക്ക് എന്താണ്? പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും എന്താണ്? വിനോദത്തിൽ ഏർപ്പെടാനുള്ള സാഹചര്യം എല്ലാം അവിടെ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്.
ഇനി നോക്കിക്കേ, ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യപുരോഗതി സാധ്യമാകുമെന്നാണ് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്. ജനാധിപത്യ ഭരണത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമങ്ങളായതിനാൽ പഞ്ചായത്തുകളുടെ അധികാരം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം അത് ജനക്ഷേമകരമായിരിക്കും. സ്വയംഭരണ ഗവൺമെന്റ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമസ്വരാജിനെ വിശേഷിപ്പിച്ചത്. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗമാണ് അധികാര വികേന്ദ്രീകരണം. ഓക്കെ, അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത് എന്താണ്? ഒരാളിൽ മാത്രം അധികാരം കേന്ദ്രീകരിക്കുന്നത്. ഇത് അധികാരം വികേന്ദ്രീകരണം, എന്താണ്, സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ജനങ്ങളിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ഗ്രാമസ്വരാജ് എന്ന സങ്കല്പം പൂർണ്ണമാകുന്നു എന്നാണ് നമ്മുടെ ഗാന്ധിജി, അല്ലെ? നോക്കിക്കേ, അധികാര വികേന്ദ്രീകരണമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളൊക്കെയാണ് ന്യൂസ് കൊളാഷ് തന്നിരിക്കുന്നത്. അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴല്ല, പകരം എല്ലാ ജനങ്ങളിലേക്കും വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നതെന്നാണ് ആര് പറയുന്നത്? ഈ പറയുന്ന നമ്മുടെ ഗാന്ധിജി ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതിനെയാണ് നമ്മൾ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. എന്താണെന്ന് മനസ്സിലാവുള്ളതും. അതായത് ഒരാളിൽ തന്നെയാണ് അധികാരമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും? അയാളുടെ കൺസെപ്റ്റും അയാളുടെ തീരുമാനങ്ങളും മാത്രമായിരിക്കും. ഇപ്പൊ നമ്മുടെ രാജഭരണം എന്ന് പറയുമ്പോൾ എന്താണ്? ശരിക്കും അത് അധികാര കേന്ദ്രീകരണമാണ്, അല്ലെ? ആ രാജാവ് എന്ത് തീരുമാനിക്കുന്നു അതേ അവിടെ നടപ്പാകുള്ളൂ. പക്ഷെ അധികാര വികേന്ദ്രീകരണം എന്ന് വരുമ്പോഴേക്കും അതെന്താണ്? ജനങ്ങളിലേക്കും കൂടി എത്തുവാണ്. ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വരെ അവിടെ പരിഹാരം കാണാനായിട്ട് പറ്റും. ഇനി എന്താണ് അധികാര കേന്ദ്രീകരണം എന്ന് നോക്കിക്കേ. ഭരണകാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതിനെയാണ് അധികാര കേന്ദ്രീകരണം. അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇവിടെ സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകാനുള്ള അവസരം താരതമ്യേന കുറവാണ്. അപ്പൊ ഇനി അധികാര വികേന്ദ്രീകരണത്തിന്റെ സവിശേഷതകളാണ് പറയാനുള്ളത്. പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം. എന്താണ്? ചിലപ്പോൾ ഇങ്ങനെ തന്നെ ഇങ്ങനത്തെ ബോക്സുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് വായിക്കണം. ചിലപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ചോദിക്കാം. വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു, അല്ലെ? ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു ഗ്രാമപഞ്ചായത്ത്, ഒരു ഗ്രാമസഭ വിളിച്ചു കൂട്ടുവാണ്. അവിടെ ഒരാൾ പറയുകയാണ് നമുക്കിവിടെ പാർക്ക് വേണമെന്ന് ഒരാൾ എണീറ്റ് എന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു നമ്മുടെ അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളം എല്ലാവരിലേക്ക് എത്തണം. ഇവിടെ പാർക്ക് എന്ന് പറയുന്ന അപ്പൊ എന്താണ്? നമ്മുടെ വികസനത്തിന് ഓക്കെയാണത്. പക്ഷെ അതെന്താണ്? അതൊരു സെക്കൻഡറി ആണ്. നമുക്ക് ഏറ്റവും അത്യാവശ്യമായത് കുടിവെള്ളമാണ്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ വികസനം ആവശ്യങ്ങൾ എല്ലാം വികസനത്തിന് വേണ്ടി തന്നെ അതിനെന്താണ്? നമുക്ക് മുൻഗണന നിശ്ചയിക്കാനായിട്ട് പറ്റും. ഓക്കെ, അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ ഈ പറയുന്ന ഗ്രാമസഭകൾ വിളിച്ചു കൂട്ടാണ്ട് നേരെ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി അവിടെ തീരുമാനിക്കുവാണ് ഇന്ന സ്ഥലത്ത് നമുക്കൊരു പാർക്ക് നിർമ്മിക്കാം. പക്ഷെ അദ്ദേഹം അറിയുന്നില്ല ആ നാട്ടിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല എന്നുള്ളത് ചിലപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് എന്നുള്ളത്. സ്ത്രീകൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു, അല്ലെ? നമുക്കറിയാം സ്ത്രീകൾക്ക് 33 ശതമാനമാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് 50% സ്ത്രീ സംവരണമുണ്ട്. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം, പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും, അല്ലെ? നമ്മുടെ ആശയങ്ങളും നമ്മുടെ പരാതികളൊക്കെ എന്താണ് ഒരു പൊതു സദസ്സിൽ നമുക്കവിടെ പറയാനായിട്ട് പറ്റും. അധികാര വികേന്ദ്രീകരണം കാലങ്ങളിലൂടെ പുരാതന കാലം മുതൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഗ്രാമീണ ഭരണ വ്യവസ്ഥയായിരുന്നു പഞ്ചായത്ത്. ഗ്രാമ ജീവിതത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളായിരുന്നു അവ. പണ്ട് എങ്ങനെയായിരുന്നു അത്? അതായത് 5 ആയത് എന്താണ്? യോഗം അഥവാ സമ്മേളനം എന്നീ സംസ്കൃത പദങ്ങളിൽ നിന്നാണ് പഞ്ചായത്ത് ആയത്. അതിൽ നിന്നാണ് പഞ്ചായത്ത് എന്ന പദം രൂപീകരിക്കപ്പെട്ടത്. ബ്രിട്ടീഷ് ആധിപത്യത്തോടെ പഠിക്കുന്ന സംസ്കൃത പദങ്ങളാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തോടെ ഇന്ത്യയിൽ പഞ്ചായത്ത് ഭരണ സംവിധാനം ദുർബലമാകാൻ തുടങ്ങി. എന്നാൽ ആരാണ്? 1882 റിപ്പൺ പ്രഭു, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. 1882 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസംഘടിപ്പിക്കപ്പെടുകയും ചെയ്തു. ഓക്കെ ആണല്ലോ? ഇനി എന്താണ് അധികാര വികേന്ദ്രീകരണം? 2 കമ്മിറ്റികൾ PSCയുടെ റിപ്പീറ്റഡ് PYQs ആണ് ഇത് രണ്ടും.
ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി അനുച്ഛേദം 40 എന്താണ് പറയുന്നത്? പഞ്ചായത്തുകളുടെ രൂപീകരണം. അപ്പൊ പഠിച്ചു വെച്ചു, നിർദ്ദേശക തത്വം അനുച്ഛേദം 40 ആർട്ടിക്കിൾ 40 എന്താണ് പറയുന്നത്? പഞ്ചായത്തുകളുടെ രൂപീകരണം. എങ്കിലും ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനത്തിന്റെ അഭാവം ഇന്ത്യയിലെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ഇത് പരിഹരിക്കുന്നതിനും പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമായി നിരവധി കമ്മിറ്റികൾ നിയോഗിക്കപ്പെട്ടു. അവയിൽ പ്രധാനപ്പെട്ടതാണ് ബൽവന്ത് റായ് മേത്തയുടെയും അശോക് മേത്തയുടെയും കമ്മിറ്റികൾ. അവരുടെ രണ്ടുപേരുടെയും ശുപാർശകളാണ് പറയുന്നത്. വ്യക്തമായി പഠിച്ചു വെക്കുക. നമ്മുടെ മലയാളത്തിൽ നമ്മൾ പഠിക്കില്ലേ, ശിപാർശ. ശുപാർശയല്ല, എന്താണ്? ശിപാർശയാണ്. ബൽവന്ത് റായ് മേത്ത 1957 1987 കേരളം രൂപീകരിച്ചെന്നാണ് 1956 നവംബറിൽ. അതിന് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി രൂപീകരിക്കുന്നത്. ത്രിതല പഞ്ചായത്ത് എന്താണ് പറയുന്നത്? ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്, എങ്ങനെ ത്രിതല സംവിധാനം. അപ്പൊ ആരാണ്? ബൽവന്ത് റായ് മേത്ത. ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കും പഞ്ചായത്ത് സമിതികൾക്ക് മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിന്. അപ്പൊ നോക്കിക്കേ, ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്ക് ആർക്കൊക്കെയാണ്? പഞ്ചായത്ത് സമിതികൾക്ക്. അതിന്റെ സംഘാടനമൊക്കെ എവിടെയാണ്? ജില്ലാ പഞ്ചായത്തിന്. അശോക് മേത്ത പറഞ്ഞത് എന്താണ്? 1978 ബൽവന്ത് റായ് ത്രിതലം പറഞ്ഞപ്പോൾ അശോക് മേത്ത എന്താണ് പറഞ്ഞത്? ദ്വിതല പഞ്ചായത്ത്, മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പരിഷത്തും മതിയെന്ന്. അവിടെ ജില്ലാ പരിഷത്തിനായിരിക്കും എന്ത്? ജില്ലാതല ആസൂത്രണ ചുമതലകളും മണ്ഡൽ പഞ്ചായത്തുകൾക്ക് എന്താണ്? ഗ്രാമപഞ്ചായത്തുകളുടെ ചുമതലയും കൊടുത്തു. ഗ്രാമപഞ്ചായത്തുകൾ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് നടത്താൻ പറഞ്ഞു. ഇവരെന്താണ്? പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത. ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തിരഞ്ഞെടുപ്പ്. പട്ടികജാതി പട്ടികവർഗ സംവരണം ഒക്കെയാണ് അശോക് മേത്ത പറഞ്ഞത്. ഒക്കെയാണല്ലോ. 2 വർഷം പഠിക്കണേ, 1978 1957. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ്? രാജസ്ഥാൻ. ഇമ്പോർട്ടന്റ് ആണ്, ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൌർ ജില്ലയിലെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. എന്നാണ്? 1959 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിന്, അല്ലെ? അന്നാണ് ഇവിടെ. അപ്പൊ 57 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി രൂപീകരിക്കുന്നത്. അതിന്റെ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൂറിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം. അതേ വർഷം തന്നെ എവിടേക്കാണ്? ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു. അപ്പൊ അങ്ങനെയും ചോദിക്കാം. കാര്യം ഇങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞേക്കുന്നതുകൊണ്ട് തന്നെ 59 പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? രാജസ്ഥാനുണ്ട്, തമിഴ്നാടുണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്, പശ്ചിമ ബംഗാളുണ്ട്. ഇനി ഭരണഘടനാ ഭേദഗതിയാണ്. അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളുടെ ശുപാർശകൾ രാജ്യവ്യാപകമായി നടപ്പാക്കുന്നതിലെ കാലതാമസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും തടസ്സമായി. അതിനാൽ തദ്ദേശ സ്വയംഭരണങ്ങൾക്ക് ഭരണഘടനാ സാധുത. അപ്പൊ പഠിക്കേണ്ടത് ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകിയ അമെന്റ്മെന്റ് ഭേദഗതി ഏതാണ്? 92 73 74 ഭരണഘടനാ ഭേദഗതി. 73 പഞ്ചായത്ത് രാജും 74 എന്താണ്? നമ്മുടെ നഗരപാലികയുമാണ്. 73 പഞ്ചായത്ത് രാജ്, 74 നഗരപാലിക. റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണെന്ന് നിങ്ങൾക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ PYQs കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ എത്ര തവണ കയറി ചോദിച്ചിട്ടുണ്ടെന്നുള്ളത്. 73 ഭരണഘടനാ ഭേദഗതി ഏതാണ്? പഞ്ചായത്ത് രാജ്. ചോദിക്കുന്ന അങ്ങനെ തന്നെയാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് ഏതാണ്? 92 73. നഗരപാലികയാണെങ്കിൽ 74. ഇവിടെ ഗ്രാമസഭ രൂപീകരിച്ചപ്പോൾ നഗരങ്ങളിൽ അവർ വാർഡ് സഭകൾ രൂപീകരിച്ചു. ഇവിടെ 5 വർഷമാണ്, ഇവിടെയും 5 വർഷമാണ്. രണ്ടിടത്തും എന്തുണ്ട്? പട്ടികജാതി പട്ടികവർഗ സംവരണം. രണ്ടിടത്തും എന്തുണ്ട്? വനിതാ സംവരണം ഏർപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് ചുമതല ആർക്കാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നമ്മൾ ഓൾറെഡി നമ്മുടെ ആ ഒരു ഭരണഘടനാ സ്ഥാപനങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് ആർക്ക് കൊടുക്കുന്നത്? നമ്മുടെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ. രണ്ടിടത്തും ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ്. എങ്ങനെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഇവിടെ എന്താണ്? നഗരങ്ങളിലേക്ക് വരുമ്പോൾ 2 എന്തൊക്കെയാണ്? മുനിസിപ്പൽ കൗൺസിലും നോക്കിക്കേ, നഗർ പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിലായിട്ട്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അഥവാ കോർപ്പറേഷൻ എന്ന് പറയും. ഓക്കെ, നഗർ പഞ്ചായത്തും ഉണ്ട്, മുനിസിപ്പൽ കൗൺസിലും ഉണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ 73 74 ഭരണഘടനാ ഭേദഗതികൾ വരുന്നത്. ഈ പറയുന്ന അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് കുറെ കമ്മിറ്റികൾ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അതായത് ശരിക്കും ബൽവന്ത് റായ് മേത്തയുണ്ട്, അതേപോലെ ഒരു സന്താനമുണ്ട്, പിന്നെ JVK റാവു കമ്മിറ്റി ഉണ്ട്, തുംഗം കമ്മിറ്റി ഉണ്ട്. എപ്പോഴും ചോദിക്കുന്നതാണ് തുംഗം കമ്മിറ്റി. അതൊന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ചാപ്റ്ററിൽ പറയാനില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇങ്ങനത്തെ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് റാങ്ക് ഫയൽ എടുക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ടോപ്പിക്കുകളും അതൊന്ന് വായിച്ചു വിടുക. അതോടെ നിങ്ങളുടെ ആ ടോപ്പിക്ക് അവിടെ സെറ്റ് ആയിട്ടിരിക്കും.
അപ്പൊ ഇനി നോക്കിക്കേ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ ഘടന എങ്ങനെയാണ്? പഞ്ചായത്ത് രാജ് സംവിധാനം, പിന്നെ എന്തുണ്ട്, ത്രിതലമാണ് അല്ലെ. ജില്ലാ പഞ്ചായത്ത് ഉണ്ട്, അതിന് കീഴിൽ ബ്ലോക്ക് ഉണ്ട്, അതിന് കീഴിൽ ഗ്രാമപഞ്ചായത്ത് ഉണ്ട്. നഗരപാലിക സംവിധാനം, മുനിസിപ്പൽ കൗൺസിലും ഉണ്ട്, മുനിസിപ്പൽ കോർപ്പറേഷനും ഉണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ എഴുതാനുള്ളതാണ് പറയുന്നത്. ഇനി ജനകീയ ആസൂത്രണം കേരളത്തിൽ എങ്ങനെയാണെന്നുള്ളതാണ്. 73-74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് 96 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ജനകീയ ആസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രാദേശിക ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകിയവ നടപ്പിലാക്കുന്നതിനായി ഉദ്യോഗസ്ഥർ, സ്ഥാപനങ്ങൾ, ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ ജനകീയ ആസൂത്രണം വഴിയൊരുക്കി. ഇനി നോക്കിക്കേ, ഈ ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരുന്നു. തുടർന്ന് 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം 50% ഉയർത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ 10% സ്ത്രീകൾക്ക് മാത്രമായുള്ള പദ്ധതികൾക്കായി മാറ്റിവെക്കുന്നുണ്ട്. അങ്ങനെ കാര്യക്ഷമമായ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെ കേരളം രാജ്യത്തിന് മാതൃകയായി. അപ്പൊ കേരളത്തിൽ 50%-ഓളം സ്ത്രീ സംവരണമുണ്ട്. അതിൽ 10% ഫണ്ടിന്റെ 10% എന്താണ്? സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള പദ്ധതികളാണ്. ഇതൊക്കെ ചിലപ്പോൾ കയറി ചോദിക്കാം കേട്ടോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കണ്ട ഈ പറയുന്ന ഈ വിഹിതമൊക്കെ കാര്യം ഇങ്ങനെ ഈ തന്നിരിക്കുന്ന കണ്ട ടെക്സ്റ്റ് ബുക്കിൽ ഇതിങ്ങനെ തന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് കയറി പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാറുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ചുമതലകളാണ് പറഞ്ഞിരിക്കുന്നത്. പഠിക്കണേ, എന്തൊക്കെയാണ് പറയുന്നത് നോക്കിക്കേ. ജനന മരണ രജിസ്റ്റർ ചെയ്യൽ, സ്ഥിതി വിവര കണക്കുകൾ ശേഖരിക്കല്, പിന്നെ എന്താണ്, പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലവും, മാതൃശിശു വികസനം, കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകൽ, പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ, മാലിന്യ നിർമ്മാർജ്ജനം, വളർത്തുനായ്ക്കൾക്ക് ലൈസൻസ് നൽകൽ, ഇതെല്ലാം എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ചുമതലകളാണ്, അവരുടെ സേവനങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യുക? ചോദിക്കാം, ഇവിടെ താഴെ തന്നിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകളിൽ പെടുന്നതേത്, പെടാത്തതേത്? ഈ വളർത്തുനായ്ക്ക് ലൈസൻസ് നൽകുന്നതൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും അത് അവരുടെ അല്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഇതെല്ലാം ആരുടേതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകളാണ്. നോക്കിക്കേ, ഇനിതേ ഒരു രണ്ട് മുത്തശ്ശിയും കുഞ്ഞും തമ്മിലുള്ള ചർച്ചയാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ട, പഞ്ചായത്തിന്റെ ചുമതലകളെ പറ്റി പഠിച്ചത് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണ്. കണ്ട, സാംക്രമിക രോഗങ്ങൾ തടയുക, ജലാശയങ്ങൾ സംരക്ഷിക്കുക, ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുക, അങ്ങനെ പലതും എന്താണ്? മുത്തശ്ശി മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റ്, ഇതൊക്കെ എന്താണ്? മിഴി പറയുവാണ്, ഇതൊക്കെയാണ് പഞ്ചായത്തിന്റെ ചുമതലകൾ. അപ്പൊ പിന്നീട് പറയുകയാണ്, പഞ്ചായത്തിന് വിവിധ തരം വരുമാന മാർഗങ്ങളുണ്ട്. അപ്പൊ ചോദിക്കുവാണ്, എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ പഞ്ചായത്തിന് എന്ത് വേണം? ഫണ്ട് വേണം അല്ലെ? അപ്പൊ അത് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകളും ഗ്രാന്റുകളും ഉണ്ട്. കൂടാതെ കെട്ടിട നികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി തുടങ്ങിയ പല നികുതികളിൽ നിന്നുമാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ഈ പറയുന്ന പഞ്ചായത്തുകളുടെ നടത്തിപ്പുകൾക്ക് കാശ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം അച്ഛൻ കെട്ടിടത്തിന്റെ പെർമിറ്റ് അല്ലെ, നമ്മൾ കെട്ടിട നികുതി കൊടുക്കും, തൊഴിൽ നികുതി കൊടുക്കും അല്ലെ, നമ്മൾ പറയത്തില്ലേ കരമടച്ച റെസിപ്റ്റ്, നമ്മൾ എന്താണ്? ആ നികുതിയാണ് കൊടുക്കുന്നത്. കണ്ട, പിന്നെ എന്താണ്? പെർമിറ്റ്, രജിസ്ട്രേഷൻ മുതലായവയിൽ നിന്നുള്ള ഫീസുകൾ, ബസ് സ്റ്റാൻഡ്, പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള മാർക്കറ്റുകൾ, മൈതാനം എന്നിവയിൽ നിന്നുള്ള അങ്ങനെ പലതരത്തിലുള്ള എന്താണ് ഫീസുകളും നികുതികളൊക്കെയാണ് നമ്മുടെ പഞ്ചായത്തുകളുടെ നടത്തിപ്പിനായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഉണ്ടോ? പിന്നെ എന്താ പറയുന്നത് നോക്കിക്കേ, ഓരോ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ സ്വഭാവം അനുസരിച്ച് വരുമാനത്തിൽ വ്യത്യാസം വരും. അതേപോലെ തന്നെ പ്രാദേശിക വികസനം സാധ്യമാകണമെങ്കിൽ പഞ്ചായത്തിന് ധാരാളം വരുമാനം വേണം. സർക്കാർ അംഗീകാരത്തോടെ വിവിധതരം വായ്പകളും ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിഹിതങ്ങളും നിബന്ധനകളോട് സ്വീകരിക്കുന്ന സംഭാവനകളും ഈ പറയുന്ന വരുമാനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി നമ്മുടെ ഈ പറയുന്ന ഇവർ നേരിടുന്ന വെല്ലുവിളികളെ പറ്റിയാണ് പറയുന്നത്. അധികാര വികേന്ദ്രീകരണത്തിലൂടെ കേരളം ജനകീയ ആസൂത്രണം ഉൾപ്പെടെ ഏറെ നേട്ടങ്ങൾ സ്വായത്തമാക്കിയെങ്കിലും നിരവധി വെല്ലുവിളികളും നേരിടുന്നുണ്ട്. അതിലൊന്നാണ് നോക്കിക്കേ എന്തൊക്കെയാണെന്ന്. അധികാര വികേന്ദ്രീകരണം 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ നേട്ടങ്ങൾ മാത്രം ഉയർത്തിപ്പിടിക്കാതെ പരിമിതികൾ കൂടി തിരിച്ചറിഞ്ഞ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥ. നമ്മളൊരു പദ്ധതി അല്ലെ ആസൂത്രണം ചെയ്തു, പക്ഷെ എന്താണ്? ഗവൺമെന്റിൽ നിന്ന് നമ്മുടെ ഗ്രാന്റ് നമ്മുടെയിലേക്ക് എത്തിയില്ല. സ്വാഭാവികമായിട്ടും അത് എന്ത് സംഭവിക്കും? ആ പദ്ധതിയോടെ പെൻഡിങ് ആകും. വികേന്ദ്രീകരണം പൂർണ്ണമായും നടക്കപ്പെടാത്ത സാഹചര്യം അല്ലെ, ഇത് എല്ലാവരിലേക്കും എത്തണം. അത് കറക്റ്റ് രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ഗ്രാമസഭകളിലെ കുറഞ്ഞ ജനപങ്കാളിത്തം, പൊതുവെ ആരും തന്നെ അപൂർവമായിരിക്കും ആൾക്കാർ എന്ത് ചെയ്യുക? ഗ്രാമസഭകളിലേക്ക് പോകുന്നത്. ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനത് വരുമാനത്തിലെ കുറവ്, ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത, ഇതെല്ലാം എന്താണ്? നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളാണ്.
അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള നമ്മുടെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെയും അശോക് മേത്ത കമ്മിറ്റിയുടെയും വർഷവും അവരുടെ ശുപാർശകളും പഠിക്കണം. 73-74 ആ ഒരു നഗരപാലിക നിയമവും പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെയും പഠിക്കണം. അതേപോലെ അധികാര വികേന്ദ്രീകരണം എന്താണെന്നുള്ള കാര്യവും കൂടി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അടുത്തൊരു ചാപ്റ്ററിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്